ഹാക്കിംഗ് ബസോൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് നമ്മുടെ ചെറിയ ബഡ്ജറ്റിൽ ബേഡ്സുകളുണ്ടോ, അതുപോലെ തന്നെ ഹോമറുടെ ഫോസ്റ്റർ ബേഡ്സിലൊക്കെ സെയിലുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള കുറച്ച് മുഗികളും അതുപോലെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഹോമർ പ്രാവുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കണത്. നമുക്കപ്പോൾ ആ ബേഡുകളെയും റേറ്റുകളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോണ ബേഡുകൾ നമ്മുടെ കയ്യിലുള്ള മുഗിയുടെ കുറച്ച് ലോട്ടായിട്ടുള്ള കുറച്ച് പീസുകളുണ്ടാ. ഇതിൽ ആൽമണ്ട് റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതേപോലെ ചെക്കർ ഉണ്ട്, അതേപോലെ ഹാഷ് റെഡ് ഉണ്ട്, ബ്ലൂ ബാർ ഉണ്ട്, റെഡ് ബാർ ഉണ്ട്. അതിൽ പല ബേഡ്സുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ലോട്ടായിട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മൾ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് എങ്ങനെ കണ്ടു തുടങ്ങാം. വിളിച്ചിട്ട് ചോദിക്കാറുള്ളതാണ് ഫോസ്റ്ററായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ബേഡുകളുണ്ടോയെന്ന്. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഹോമറിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റാണ് കേട്ടോ. നമ്മളിവിടെ ഫോസ്റ്ററായിട്ട് സെറ്റ് ചെയ്യണവരാണ്. ഇതിൽ വൈറ്റ് ഹോമർ വന്നിട്ട് ഗ്രിസിൽ വന്നിട്ട് മെയിലും ചെക്കർ വന്നിട്ട് ഫീമെയിലും ഉണ്ടാകും. അത്യാവശ്യം നന്നായിട്ട് കുട്ടികൾ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ഇപ്പോൾ ക്യാമറ കൊണ്ട് ഇവിടുത്തൊന്നും വരാത്ത അതാണ് ഈ ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ പേരിന് നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 1000 രൂപയാണ്. അപ്പോൾ താല്പര്യങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സിന് കാണാം. അടുത്തൊരു ഹോമറിൻ്റെ ഒരു പേരാണ് ഈ കാണുന്നത്. ഇതിൽ ആൽമണ്ട് വന്നിട്ട് മെയിലും അതേപോലെ ബ്ലൂ ചെക്കർ വന്നിട്ട് ഫീമെയിലാണ്. ഇവരെയൊക്കെ നമുക്ക് കുട്ടികൾ ഇറക്കുകയും ചെയ്യാം, അതേപോലെ ഫോസ്റ്ററായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. രണ്ട് പർപ്പസ് നമുക്ക് ഇതുകൊണ്ട് നടക്കും. അതേപോലെ ഈ പേര് നമ്മൾ കൊടുക്കുക റേറ്റ് 1000 രൂപയാണ്. ഫോസ്റ്റർ ബേസുകളാണ് നമ്മൾ ആ റേറ്റും കാര്യങ്ങളൊക്കെ. അതേപോലെ ഹോമറാണ്. ഹോമറൊക്കെ അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളും എൻക്വയറിയൊക്കെ ഉള്ള നല്ല അടിപൊളി ബേഡ്സുകളാണ്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യാം. നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് കാണാം. ആയിട്ട് കൊടുക്കാൻ കിടക്കുന്ന നമ്മുടെ കയ്യിലുള്ള ബ്യൂട്ടി ഹോമറിൻ്റെ ബ്രീഡിംഗ് പേരാണ് കേട്ടോ. ഇതിൽ വൈറ്റ് വന്നിട്ട് മെയിലും ബ്ലാക്ക് വന്നിട്ട് ഫീമെയിലും ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡാണ്. അത്യാവശ്യം നല്ലപോലെ കുട്ടികളെ നോക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നെയുണ്ട് ഇവർ. നമ്മളിപ്പോൾ ഈ പേരിനെ കൊടുക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 2800 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നമുക്കിപ്പോൾ അടുത്ത ബേഡ്സ് ഒന്ന് കാണാം. കുറച്ച് കൊടുക്കാനുള്ള ഒരു ഗാഡിറ്റാനോട് ബ്രീഡിംഗ് പേരാണ് ഈ കാണുന്നത്. ഈ നമുക്ക് കൊടുക്കാൻ ഒരു മനസ്സുമില്ല. പിന്നെ വെച്ചാൽ നമുക്കിപ്പോൾ പൈസയുടെ നല്ലൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പേരിനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ പേരിന് നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 5000 രൂപയാണ്. ആ റേറ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ പേരിനെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യാം, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കാത് റൂട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സിലേക്ക് ഒന്ന് കാണാം. അടുത്ത് കൊടുക്കാനുള്ളൊരു ബ്രീഡിംഗ് പേരാണ് നമ്മുടെ പോം പൗട്ടറിൻ്റെ ബ്രീഡിംഗ് പേരാണ് ഈ കാണുന്നത്. ഇതിൽ ആൽമണ്ട് വന്നിട്ട് ഫീമെയിലും ബ്ലൂ ബാർ വന്നിട്ട് മെയിലും ആണ് കേട്ടോ. ഈ പേരും അതുപോലെ നമ്മൾക്ക് കൊടുക്കാനുള്ളതാണ്. ഈ പേര് ഇപ്പോൾ നമ്മളാണെങ്കിൽ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇവർ ഒരുമിച്ചിട്ടാണ്. അപ്പോൾ ഫീമെയിൽ ബേഡ് അപ്പോൾ എഗ്ഗ് ചെയ്തു, ഒരു എഗ്ഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആള്. ഫസ്റ്റ് എഗ്ഗിങ് ആണ്. അപ്പോൾ താല്പര്യമുള്ള നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ചെറിയൊരു പോട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ബേഡിൽ കാണുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മളതിനെ പേടിപ്പിക്കുന്നില്ല. അടുത്ത എഗ്ഗിനായി നിൽക്കുന്നതുകൊണ്ട് പേടിപ്പിക്കുന്ന കാര്യം ചെയ്യണമെന്നില്ല. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഡ്സേക്കാണ്. ഈ ബേഡ്സ് ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 6000 രൂപയാണ്. നമുക്കപ്പോൾ അടുത്ത ബേഡ്സും കൂടി ഒന്ന് കാണാം. മറ്റുള്ള ബേഡ്സിൽ നമുക്ക് അടുത്തായിട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിലുള്ള ഹോമറിൻ്റെ ഒരു മെയിലും അതേപോലെ ഹോമറിൻ്റെ തന്നെ സാധാ ഹോമറിൻ്റെ ഒരു ഫീമെയിലും ഉണ്ട്. അപ്പോൾ ഈ പേര് നമ്മൾ ചോദിക്കുക റേറ്റ് 1000 രൂപയാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 1000 രൂപയൊക്കെ ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് അതിലൊന്നും ഒരു കുറയിലും ഉണ്ടാവില്ല. നമുക്കിവിടെ ഫോഴ്സായിട്ട് നിർത്തലും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുട്ടികൾ ഇറക്കിക്കഴിഞ്ഞാൽ ജോഡി കുട്ടികൾ 500 രൂപയ്ക്ക് സിമ്പിളായിട്ട് പോകും. ഞാൻ പറയണതിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും കൂടിയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത ബേഡ്സിൽ നിന്ന് കാണാം. കാണുന്ന ഒരു മുഗിയുടെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ കാണുന്നത്. ഇതിൽ റെഡ് ചെക്കർ വന്നിട്ട് മെയിലും അതേപോലെ തന്നെ ഒരു മിൽക്കി വൈറ്റ് പോലത്തെ കളറുണ്ട്. അത് വന്നിട്ട് ഫീമെയിൽ ബേഡാണ്. അത്യാവശ്യം നല്ല മാർക്കിങ് സ്റ്റാൻഡിങ് ഷേക്കിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ബേഡാണ്. ഇവിടെ കുട്ടികൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സെയിൽ ചെയ്തതാണ്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ബേഡിനുള്ളത്. അപ്പോൾ അത്രയാണ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ താല്പര്യമുള്ളത് നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ പേര് നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 1000 രൂപയാണ്. നമുക്കപ്പോൾ അടുത്ത ബേഡ്സിന് കാണാം. ുള്ള അടുത്തൊരു മുഗിയുടെ ബ്രീഡിംഗ് പേരാണ് ഈ കാണുക. റെഡ് ബാർ വന്നിട്ട് മെയിലും അതേപോലെ തന്നെ റെഡ് ബാറിൽ തന്നെ വന്നിട്ട് ഫീമെയിലും ഉണ്ടാകും. ഇനി റെഡ് ബാർ അതേപോലെ തന്നെ വേറൊരു ബാറും കൂടി പറയുക. ആ നിങ്ങൾക്ക് കളറും കാര്യങ്ങൾ കറക്റ്റ് അപ്പോൾ അറിയാവുന്നവരെ കറക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പേര് നമ്മളടുത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ചോദിക്കുക റേറ്റ് വെറും 1500 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത ബേഴ്സ് അത്യാവശ്യം നല്ല മാർക്കിങ് സ്റ്റാൻഡിങ് ഒക്കെ നല്ല അടിപൊളി ബേഡാണ് കേട്ടോ. നമുക്കപ്പോൾ അടുത്ത ബേഴ്സും കൂടി കണ്ട് വീഡിയോ എൻ്റെ അപ്പ് ചെയ്യാം. സൈഡ് സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബേഡുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇവരെ കൊടുക്കാം. അതുപോലെ തന്നെ വേറെയും ബേഡ്സിലൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ പെയർ റേറ്റ് 1000 രൂപ എന്ന നിലക്കായിരിക്കും നമ്മൾ ഫോസ്റ്റർ ബേഡ്സിൽ നമ്മൾ സെയിൽ ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക. അതേപോലെ തന്നെ ചൈനീസ് കൊണ്ട് മെയിൽ കിടപ്പുണ്ട്, അതേപോലെ ഫീമെയിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ പല ബേഡ്സുകളും നമ്മുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്ത് നമുക്കപ്പോൾ അതിനനുസരിച്ചൊക്കെ സെയിൽ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ താല്പര്യപ്പെടുന്ന കോൺടാക്ട്. അതേപോലെ തന്നെ ഈ ടൈഗറിൻ്റെ ഈ മുഗിയുടെയും മെയിലും അതേപോലെ ആ വൈറ്റ് ഫീമെയിലും. അത് ടൈഗറിൽ നിന്ന് തന്നെ ഇറങ്ങിയ ഫീമെയിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡിങ് നല്ല ഷേക്കിങ് അടിപൊളി പെയർ ബേഡാണ്. താല്പര്യം കോൺടാക്ട് ചെയ്യാൻ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇതിൽ എല്ലാ ബേഡ്സിലൊക്കെ നമ്മൾ 1000 റുപ്യ 1500 റുപ്യ ആ റേഞ്ചൊക്കെ നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം ഇപ്പോൾ ഹോമർ പ്രാവളം നമ്മളിപ്പോൾ വെറുതെ വളർത്തി അതിൻ്റെ കുട്ടികളെ ഇറക്കിയാൽ നമുക്ക് ഒരു 500 റുപ്യ റേഞ്ചിൽ പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ സിമ്പിളായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ബേഡ്സിനെ കൂടുതലും ഫോസ്റ്ററായിട്ട് യൂസ് ചെയ്യേണ്ട പ്രാവുകളാണ്. ഈ പ്രാവുകൾ ഇപ്പോൾ കുട്ടികൾ നോക്കും, നമുക്ക് അത്രയും ഉറപ്പുള്ളതാണ് നമ്മളിതിനെ ഫോസ്റ്ററായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ കൂടെ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.